എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നാണ് സിനിമ റിലീസായത്. നല്ല അഭിപ്രായമാണ് ലോക സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നസ്ലിനും കല്യാണി പ്രിയദർശനുമാണ് ലോക സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ലോക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സ്വാസികയാണ് സിനിമയിലെ നായിക. എവറേജ് അഭിപ്രായമാണ് വാസന്തി സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്കാണ് വാസന്തിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ് മാരേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഹൃദയപൂർവ്വം. ഇന്നാണ് സിനിമ റിലീസായത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നല്ലൊരു ഫാമിലി മൂവിയാണ് ഹൃദയപൂർവ്വം. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഹൃദയപൂർവ്വത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ മൂവിയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സൂഫ്രംസോയുടെ മലയാള ഡബ്ഡ് വെർഷൻ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. രാജ്ബി ഷെട്ടിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് സൂഫ്രംസോയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമന്ന മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ദിലീപാണ് സിനിമയിലെ നായകൻ. ഒരു ഗാങ്സ്റ്റർ കഥയാണ് ബാന്ദ്ര പറയുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിനാണ് ബാന്ദ്രയുടെ OTT റിലീസ്, അതായത് സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കിൽ. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. സംഭവ വിവരണം 4.5 സംഘം എന്നാണ് സീരീസിൻ്റെ പേര്. സോണി ലീവിലാണ് സീരീസ് വരുന്നത്. ഇന്ന് രാത്രിയാണ് ഈ സീരീസിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ദിലീപ് നിതാപിളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. അനൂപ് മേനോനാണ് സിനിമയിലെ നായകൻ. സൈനാപ്ലയും ആമസോൺ പ്രൈമുമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി അഭിനയിച്ച ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സിനിമ നേടിയെടുത്തത്. ഗോകുൽ സുരേഷ് മമ്മൂട്ടിക്കൊപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഓണത്തിനായിരിക്കും ഡൊമിനിക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു. പക്ഷേ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. നിഖില വിമലാണ് സിനിമയിലെ നായിക. ഇപ്പോൾ ഇതാ മനോരമ മാക്സാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇതുവരെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഒരുപാട് കാലമായി ഗെറ്റ് സെറ്റ് ബേബി റിലീസിന് വരുന്നു. പക്ഷേ അവസാനം അവർ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാ ഈ ഓണത്തിനാണ് ഗെറ്റ് സെറ്റ് ബേബി മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആമസോൺ പ്രൈമാണ് കൂലി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. രജനികാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു കൂലി. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സൗബിൻ ഷാഹിർ, അമീർ ഖാൻ തുടങ്ങി ഒരുപാട് പേര് കൂലിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്, അതായത് സെപ്റ്റംബർ മാസം 11-ന് ആമസോൺ പ്രൈമിലാണ് കൂലി സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും കൂലി സിനിമ OTTയിൽ വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ മികച്ച അഭിനയമാണ് ബസൂക്കയിൽ നമ്മൾ കണ്ടത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ബസൂക്ക എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ബസൂക്കയുടെ OTT C5 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു മാസം മുന്നേ തന്നെ സിനിമയുടെ OTT വിറ്റുപോയതാണ്. പക്ഷേ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. ഓണത്തിനാണ് ബസൂക്കയുടെ OTT റിലീസ്. സെപ്റ്റംബർ ആദ്യ വാരമായിരിക്കും സിനിമ വരുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു സുമതി വളവ്. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. അർജുൻ
അശോകനാണ് സുമതി വളവിലെ നായകൻ. കേരളത്തിലെ സുമതി വളവിനെ പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ 2 കൈ നീട്ടി സിനിമയെ സ്വീകരിച്ചു. 40 കോടിക്ക് മുകളിൽ സുമതി വളവ് കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറാണ് സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഓണത്തിന് സുമതി വളവ് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ സുമതി വളവ് സെപ്റ്റംബർ മാസം 4-നായിരിക്കും OTT റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.